മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, 2023 ആണ്ടിനോട് വിട പറഞ്ഞ് 2024 വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ അഭിഷേകവും പുതുമയും കടന്നു വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ക്രൈസ്തവൻ്റെ ജീവിതം നിരന്തരം നവീകരിക്കപ്പെടേണ്ടതാണ്. പല സന്ദർഭങ്ങളിലും ഈ നവീകരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നവീകരണം കൊണ്ടുവരേണ്ട ഒരു സന്ദർഭമാണ് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭം. ഈ നവീകരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ ഈശോയെ നമ്മൾ കണ്ടുമുട്ടണം. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ യേശുവിൻ്റെ പിറവി തിരുനാളിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുകയായിരുന്നു. യേശുവിനെ നമ്മൾ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകും. ഔസേപിതാവിൻ്റെയും മാതാവിൻ്റെയും ജീവിതത്തിൽ യേശു വരുന്ന ആ വാർത്ത വലിയ മാറ്റമുണ്ടാക്കി. മംഗളവാർത്ത ശ്രവിച്ചതിന് ശേഷം അവരുടെ ജീവിതത്തിൻ്റെ അർത്ഥം മാറുന്നു, അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മാറുന്നു. യേശുവിനെ ഈ ലോകത്തിന് കൊടുക്കുവാൻ, യേശുവിൻ്റെ വളർത്തുപിതാവും മാതാവുമായി ജീവിക്കാനായി അവർ തയ്യാറാകുന്നു. അങ്ങനെ യേശു അവരുടെ ജീവിതത്തിലേക്ക് വരുന്നതോടെ അവരുടെ ജീവിതം തന്നെ മാറുകയാണ്. അവർക്ക് രണ്ടുപേർക്കും വ്യക്തിപരമായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ യേശുവിൻ്റെ വരവോടെ ആ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം മാറി ദൈവത്തിൻ്റെ സ്വപ്നമായി പിന്നീട് അവരുടെ സ്വപ്നം, ദൈവത്തിൻ്റെ ഇഷ്ടമായി പിന്നീട് അവരുടെ ഇഷ്ടം. അങ്ങനെ വലിയൊരു മാറ്റം അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ യേശുവിനെ കാണുവാനായി വന്ന ജ്ഞാനികൾ തിരിച്ചുപോയത് മറ്റൊരു വഴിക്കാണ് എന്ന് നമുക്കറിയാം. സാധാരണ രീതിയിൽ ആലോചിച്ചാൽ ദൈവദൂതൻ പറഞ്ഞതുകൊണ്ടാണ്, അപകടം മണത്തിട്ടാണ് അവർ മറ്റൊരു വഴിയിലൂടെ പോയത്. എന്നാൽ പ്രതീകാത്മകമായി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, യേശുവിനെ കണ്ടതിന് ശേഷം അവരുടെ ജീവിത വഴികൾ മാറിപ്പോയി. യേശുവിനെ കണ്ടു കഴിഞ്ഞാൽ, യേശുവിനെ അനുഭവിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ മാറ്റമുണ്ടാകും, ജീവിതത്തിൽ പുതുമയുണ്ടാകും. ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന അവസരത്തിൽ നമ്മോടൊപ്പം വസിക്കുന്ന യേശുവിനെ കാണുവാനും യേശുവിനെ മനസ്സിലാക്കുവാനും യേശുവിനെ അനുഭവിക്കാനും നമുക്ക് സാധിച്ചാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും, നമ്മുടെ ജീവിതത്തിൽ പുതുമയുണ്ടാകും, നവീകരണം സംഭവിക്കും. ഈ നവീകരണത്തിനായി നമ്മെ സഹായിക്കുന്ന മറ്റൊരു ഘടകം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 21-22 വചനങ്ങളിൽ ഈശോ തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചു പറയുന്നു, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ എന്ന് പറഞ്ഞിട്ട് ഈശോ ശിഷ്യന്മാരുടെ മേൽ നിശ്വസിച്ചു. സാധാരണ രീതിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെക്കുറിച്ച് നാം ചിന്തിക്കുന്നത് പന്തക്കുസ്താ തിരുനാളിനോട് ബന്ധപ്പെടുത്തിയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 3 മുതൽ 4 വരെയുള്ള വചനങ്ങൾ. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ച് ഈശോ പരിശുദ്ധാത്മാവിനെ നൽകുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 21-22 വചനങ്ങളിലാണ്. വളരെ ശാന്തമായിട്ടാണ് ഈശോ പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. അവിടെ കൊടുങ്കാറ്റില്ല, തീനാളങ്ങളില്ല, ഭാഷാപരത്തിൽ സംസാരമില്ല. വളരെ ശാന്തമായി ഈശോ അവരുടെ മേൽ നിശ്വസിക്കുന്നു, അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നു. പക്ഷേ ഈ നിശ്വസിക്കൽ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ഈ നിശ്വസിക്കലിന് പഴയ നിയമത്തിലെ മറ്റൊരു വചനഭാഗവുമായി ബന്ധമുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ വചനം, ആദിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം പിതാവായ ദൈവം അവൻ്റെ ഉള്ളിലേക്ക് ജീവൻ്റെ വായു ഊതുകയും അവൻ ജീവനുള്ളവനായി തീരുകയും ചെയ്തു. അപ്പോൾ ആദിയിൽ മനുഷ്യന് ജീവൻ കൊടുത്തത് ഈ ജീവവായു നിശ്വസിക്കുന്ന പ്രക്രിയയിലൂടെയാണ്. പിന്നീട് പാപം വഴി മനുഷ്യന് ജീവൻ നഷ്ടപ്പെട്ടു, ലോകത്തിന് ജീവൻ നഷ്ടപ്പെട്ടു. ഇങ്ങനെ പാപം വഴി നഷ്ടപ്പെട്ട ജീവൻ തിരിച്ചു നൽകുന്നതിനാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നതും യേശു കുരിശിൽ മരിച്ചതും ഉത്ഥാനം ചെയ്തതും. യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം യേശു പുതിയൊരു സൃഷ്ടിക്ക് രൂപം നൽകുകയാണ്. ലോകത്തെ പുതിയതായി സൃഷ്ടിക്കുന്നു, നവീകരണം കൊണ്ടുവരുന്നു. അതിനുവേണ്ടിയാണ് ഈശോ ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ സംഭവിച്ചതിന് സമാനമായൊരു കാര്യം ശിഷ്യന്മാരോട് ചെയ്യുന്നത്.
അവരുടെ മേൽ നിശ്വസിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ 2 ഭാഗങ്ങളിൽ മാത്രമാണ് ഈ വാക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിശ്വസിക്കുക എന്ന വാക്ക് അത് മലയാളത്തിൽ മാത്രമല്ല മൂലഭാഷയിലും ഒരേ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ 2 വചനഭാഗങ്ങളും തമ്മിൽ ബന്ധമുണ്ട് എന്ന് കാണിക്കുവാനാണ് ഈ ഒരേ വാക്ക് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. പാപം മൂലം നഷ്ടപ്പെട്ട ജീവൻ ഈശോ വീണ്ടും നൽകി. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന അവസരത്തിൽ കഴിഞ്ഞ നാളുകളിലെ നമ്മുടെ ജീവിതത്തിനിടയിൽ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ജീവൻ, നഷ്ടപ്പെട്ടിട്ടുള്ള അഭിഷേകം, നഷ്ടപ്പെട്ടിട്ടുള്ള ദൈവികത വീണ്ടും തിരിച്ചെടുക്കുവാൻ നമ്മെ സഹായിക്കുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. അതിനാൽ ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ യേശുവിനെ കാണുവാനും നമ്മുടെ ജീവിത വഴികൾ മാറ്റുവാനും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിക്കുവാനും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി പുതിയ ജീവിതം ആരംഭിക്കുവാനുമുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പുതിയ മനുഷ്യരാകും. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒരു പുതിയ ജീവിതം ആശംസിക്കുന്നു. നമ്മുടെ സ്വപ്നങ്ങളെക്കാളും നമ്മുടെ വഴികളെക്കാളും ഉന്നതമായ ദൈവത്തിൻ്റെ സ്വപ്നങ്ങളും ദൈവത്തിൻ്റെ വഴികളും നമ്മുടെ ജീവിതത്തിൽ നിറവേറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.